ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനിന്ന് ദിയാനെ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോയിൽ 5 പ്രാങ്ക് കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാങ്ക് 1ലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ് ആദ്യത്തെ പ്രാങ്ക് എന്ന് വെച്ചാൽ ഞാൻ ദിയടുത്ത് ഇവിടുത്തെ ലൈറ്റ് ഓഫാക്കിയിട്ട് വരാൻ പറയും. ആ സമയത്ത് ഞാനും അവിടെ കാണത്തില്ല, ദിയയുടെ ലബൂബുയും അവിടെ കാണത്തില്ല. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് നമുക്ക് പോവാം, ദിയടുത്ത് പോവാം. ഹായ് ഗൈസ്, നമ്മുടെ ദിയായും ഉണ്ട് ഗൈസ്. നമ്മളെന്നോട്ട് ലബൂബുവും കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമല്ലേ ലബൂബുവിനെ കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ദിയ. അതാണ് ഗൈസ് ദിയ. പിന്നെ അവിടുത്തെ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി കൊണ്ടുവരുക. പ്ലേ റൂമിലാണോ? ആ അത് തന്നെ. എന്താ ചെയ്യാൻ പറഞ്ഞു? ഒരു ദിയ ഒന്ന് ലൈറ്റ് ഓഫ് ആക്കി. എനിക്ക് തോന്നുന്നില്ല വിൻഡോയിലുണ്ടാവും. അയ്യോ എന്റെ അയ്യോ ദിയ ഗൈസ്, നമ്മുടെ പ്രാങ്ക് കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പ്രാങ്കിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് പ്രാങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ദിയയുടെ കൂടെ ഞാൻ ദിയാനെ ഹൈ ഡാൻസ് കളിക്കാൻ വിളിക്കും. അപ്പം ദിയ ആന്ന് പറഞ്ഞ് ദിയയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പുറത്ത് പോയി എടുക്കാം. അപ്പോൾ ദിയക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ദിയ എന്തായാലും പുറത്ത് ഒന്നും നോക്കത്തില്ല. അപ്പോൾ നമുക്ക് ദിയ ലാസ്റ്റ് എന്നെ കാണാത്തതിന് കരയിന്ന് എടുത്ത് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ പ്ലാൻ. ഓക്കെ, അപ്പം നമുക്ക് ദിയ അടുത്തൊന്ന് പോയി നോക്കാം. ദിയ അവിടെ എന്തോ ചെയ്യുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ദിയാട് നിർത്തിയിട്ടുണ്ട്. ദിയ നമുക്ക് ഹൈ ഡാൻസ് ഒക്കെ കളിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. നമുക്ക് ഹൈ ഡാൻസ് കളിച്ചാലോ? ഓക്കെ, ദിയ ഉണ്ട്. ഓക്കെ, ഞാൻ വിളിക്കാം. അപ്പോൾ ഗൈസ് പൂച്ചയുണ്ട് ഗൈസ്, പൂച്ചയുണ്ട് ഗൈസ്. നമ്മൾ പുറത്താണ് ഗൈസ്. ദിയൊക്കെ പൂച്ചേനെ കൊണ്ട് ശരിയാണോ? പൂച്ചനൊന്ന് ഓടിച്ചോളാം. പൂച്ച എന്തൊരു പൂച്ചയല്ലേ, നീ കണ്ടുപിടിക്കായിരിക്കും. നോക്കാം, നീ ഇവിടെ ഒന്നും ഇല്ല സത്യം പറഞ്ഞ ഗൈസ്. കേട്ടോ ദിയ തപ്പുമായിരിക്കാം. ദിയ കരയുന്നുണ്ട്. ഓടി നമ്മള് അതൊരു പ്രാങ്ക് ആയിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പ്രാങ്കിലോട്ട് കടക്കാം. ഓക്കെ ഗൈസ്, മൂന്നാമത്തെ പ്രാങ്കിലോട്ട് കിടക്കാം. Yes, but I
ഇതേ നമ്മൾ പ്രാങ്കിൻ്റെ 3 ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇതേ ദിയ എൻ്റെ തൊട്ട് ബാക്കിലൊക്കെ കണ്ടോ കളിച്ചോണ്ടിരിക്കുന്നുണ്ടോ. അതാണ് നമ്മുടെ ദിയച്ചിയാണെങ്കിൽ ദിയ കാണാതെയാണ് നമ്മൾ ഈ പ്രാങ്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പ്രാങ്ക് എന്ന് വെച്ചാൽ നമ്മളൊരു പൗഡർ എടുത്തിട്ട് ദിയയുടെ മുഖത്ത് ദിയ നേരെ ഒരു വെള്ളം എടുക്കാനൊക്കെ പോകുമായിരിക്കും. അപ്പോൾ ആണെങ്കിൽ നമുക്ക് നേരെ ഇങ്ങനെ ഡയറക്റ്റ് ദിയയുടെ മുഖത്തോട്ട് ഇങ്ങനെ എടുത്തെറിയണം. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ സെറ്റടിച്ചോ ശരി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഞാൻ ഓർക്കട്ടെ. ഓക്കെ ഗൈസ് നമുക്ക് നേരെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ് നമുക്കിത് ദിയ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം. ദിയ എനിക്ക് നല്ല വെള്ളമൊന്നും എടുത്തോണ്ട് വരുമോ? എടുത്തോണ്ട് ഞാൻ നല്ല തൊട്ടടുത്തുണ്ട്. പക്ഷെ ഞാൻ ആദ്യം ഞാൻ കുറച്ച് ലബോബോർഡ് കുറച്ച് റൊട്ടീൻ ചെയ്യട്ടെ. ടേസ്റ്റ് പെട്ട് കുറച്ച് കുട്ടിയൊക്കെ എടുക്കാൻ പറയുന്നുണ്ടല്ലോ. കുറച്ചേരം കഴിഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ നമ്മുടെ ദിയയുടെ പൗഡർ റൊട്ടീൻ വെച്ചാൽ നമ്മുടെ ലബൂബോടെ റൊട്ടീനൊക്കെ കഴിഞ്ഞാണ്. ഇനി ഒന്ന് പോയി ചോദിച്ചു നോക്കാം. കഴിഞ്ഞ് കാണും, എനിക്കറിയത്തില്ല. ദിയ റൊട്ടീനൊക്കെ കഴിഞ്ഞാ ലബൂബൂട? റൊട്ടീനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ക്ഷീണമൊക്കെ ആയി ഉറങ്ങുവാണ്. ഓക്കെ എല്ലാം സെറ്റായി ഇപ്പം. അപ്പം ഇനി എനിക്ക് കുറച്ച് വെള്ളം എടുക്കാൻ പറ്റുമോ? പറ്റില്ല, ഞാൻ ഇവർക്ക് വെള്ളം ഓക്കെ. അപ്പോൾ ഗൈസ് ദിയ വെള്ളം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തന്നെ പൗഡറൊക്കെ കൊണ്ട് നോർമൽ മതി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ തന്നെ നമുക്ക് പൗഡർ എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ പൗഡറൊക്കെ സെറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഗൈസ്. പൗഡറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ വരും ഗൈസ്. അപ്പോൾ നമുക്ക് ഗൈസ് തീ ഇപ്പോൾ വരുന്നുണ്ട് ഗൈസ്. തീ വരുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ് തീ വരുന്നുണ്ട് ഗൈസ്. തീ ഒന്നും കണ്ടിട്ടില്ല. സെറ്റ് ഡ്രസ്സുണ്ടോ ഗൈസ്? അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ. സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. എന്താ എന്തുവരും കൊണ്ടില്ല. ജനിച്ചിട്ടില്ല എന്തൊക്കെയാണ് നീ പറയുന്നത്? അപ്പോൾ ഗായ്സ് ഇത്രയുള്ള വീഡിയോ. ഈ ചെറുക്കൻ എന്നെ പ്രാങ്ക് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്രയുള്ള നമ്മുടെ വീഡിയോ.